നമസ്കാരം. ഇന്നത്തെ പ്രധാന വിപണി നിരക്കുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെയാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്ന് വിപണിയിൽ 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 14,350 രൂപയും 1 പവൻ സ്വർണ്ണത്തിന് 1,14,800 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. അതേസമയം വിപണിയിൽ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള 24 കാരറ്റ് തങ്കം ഗ്രാമിന് 15,068 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. വെള്ളിവിലയിലും ഇന്ന് വലിയ മാറ്റങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. അടുത്തതായി സംസ്ഥാനത്തെ പ്രധാന കാർഷിക വിപണി വിവരങ്ങളിലേക്ക് കടക്കാം. നാളികേര വിപണിയിൽ വില വ്യതിയാനമില്ലാതെ സുസ്ഥിരമായി തുടരുകയാണ് ചെയ്യുന്നത്. പൊതുവിപണിയിൽ നല്ല ഇനം പച്ചത്തേങ്ങ കിലോഗ്രാമിന് ശരാശരി 44 രൂപ മുതൽ 56 രൂപ വരെയാണ് കർഷകർക്ക് ലഭിക്കുന്ന വില. കൊപ്രവില ക്വിന്റലിന് 11,500 രൂപ എന്ന നിരക്കിലാണ് വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. എന്നാൽ റബ്ബർ വിപണിയിൽ നിന്നും കർഷകർക്ക് അത്ര ശുഭകരമല്ലാത്ത വൻ തിരിച്ചടിയുടെ വാർത്തയാണ് വരുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്ക് അനുസൃതമായി RSS 4ാം ഗ്രേഡ് റബ്ബറിന് വലിയ ഇടിവാണ് പ്രാദേശിക വിപണിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ വിപണിയിൽ കിലോഗ്രാമിന് 175 രൂപ നിരക്കിലേക്ക് റബ്ബർ വില താഴേക്ക് പോയിരിക്കുകയാണ്. 5ാം ഗ്രേഡ് റബ്ബറിന് 170 രൂപയാണ് ഇന്നത്തെ വിപണി നിരക്ക്. അതേസമയം സുഗന്ധവ്യഞ്ജന വിപണിയിൽ നിന്നും കർഷകർക്ക് ആശ്വാസം നൽകുന്ന വളരെ അനുകൂലമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊച്ചി വിപണിയിൽ കുരുമുളക് ഗാർബിൾഡ് ഇനത്തിന് കിലോഗ്രാമിന് 728 രൂപയും അൺഗാർബിൾഡ് ഇനത്തിന് 708 രൂപയുമാണ് ഇന്നത്തെ ഔദ്യോഗിക നിരക്ക്. വിപണിയിൽ ഏലക്ക മികച്ച മുന്നേറ്റമാണ് ഇന്ന് കാഴ്ചവെക്കുന്നത്. ഇടുക്കി ബോഡിനായ്ക്കന്നൂർ ലേലത്തിൽ ഉയർന്ന ഇനം ഏലക്ക കിലോഗ്രാമിന് 2,460 രൂപ മുതൽ പരമാവധി 3,490 രൂപ വരെ ഉയർന്ന നിരക്കിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. ശരാശരി ഇനങ്ങൾക്കും വിപണിയിൽ ഇന്ന് നല്ല വില ലഭ്യമാണ്. കേരളത്തിലെ കൃത്യമായ വിപണി വിവരങ്ങളും ദൈനംദിന നിരക്കുകളും ഓരോ ദിവസവും ഒട്ടും വൈകാതെ കൃത്യസമയത്ത് നിങ്ങളിലേക്കെത്തുവാൻ ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വിപണി വിവരങ്ങൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിപണി വിശേഷങ്ങളുമായി അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ വീണ്ടും കാണാം. നമസ്കാരം.